പാരന്റിംഗ് സ്റ്റൈൽസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാരന്റ്സ് പൊതുവെ ഫോളോ ചെയ്യാറുള്ള 6 പാരന്റിംഗ് സ്റ്റൈൽസ് എന്തൊക്കെയാണ്, ഈ ഓരോ സ്റ്റൈലിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് എന്നതെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. പാരന്റിംഗ് ബുക്സ് വായിക്കുമ്പോൾ ചെറുതായിട്ടാണെങ്കിലും മിക്ക ബുക്സിലും വ്യത്യസ്തമായ പാരന്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് കാണാറുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറെ ആയിട്ട് ഞാൻ പ്ലാൻ ഇടുന്നു, ബട്ട് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ദ ഇമോഷണലി ഇന്റലിജന്റ് ചൈൽഡ് എന്നൊരു ബുക്ക് വായിച്ചപ്പോൾ അതിലെ പാരന്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് ഒരു ചാപ്റ്ററിൽ പറയുന്ന കണ്ടപ്പോൾ മസ്റ്റ് ആയിട്ടും വീഡിയോ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്ത് നോട്ട്സ് ഒക്കെ എടുത്തു. ഫൈനലി വീഡിയോയും ഉണ്ടാക്കി. എന്റെ പാരന്റിംഗ് സ്റ്റൈലാണ് നല്ലത് എന്ന് വിചാരിക്കുന്നവരും എന്റെ പാരന്റിംഗ് സ്റ്റൈൽ നല്ലതാണോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്നവരും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്റെ കുട്ടി എന്താ ഇങ്ങനെ ഞാൻ വിചാരിച്ച പോലെ വളരാത്തത് എന്ന് വിചാരിച്ചിരിക്കുന്നവരും പാരന്റിംഗ് വേൾഡിലോട്ട് കടക്കാറായി ഏത് രീതിയിൽ പാരന്റിംഗ് ചെയ്യുന്നതാണ് നല്ലത് എന്നറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും എല്ലാം ഇവിടെ മിസ്സാക്കാതെ ഫുള്ള് ലാസ്റ്റ് വരെ കാണുക. നമ്മൾ പാരന്റ്സിന്റെ പാരന്റിംഗ് രീതിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ കുട്ടികൾ അവർ ഫ്യൂച്ചറിൽ എങ്ങനെയുള്ളവരായി തീരും എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഡോക്ടറോ എഞ്ചിനീയറോ ആവുമോ എന്നല്ല, അവര് നല്ല സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരാകുമോ, ഡെസിഷൻസ് പ്രോപ്പറായി എടുക്കാൻ കഴിവുള്ളവരാകുമോ, സ്വന്തം അഭിപ്രായങ്ങൾ പേടിയില്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നവരാകുമോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ പാരന്റിംഗ് സ്റ്റൈൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണാം. പാരന്റ്സ് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ മെയിൻ ആയിട്ടും റെസ്പോൺസീവ്നെസ് ആൻഡ് ഡിമാൻഡിങ്നെസ് എന്ന 2 കാര്യത്തിനായിരിക്കും ഉണ്ടാവുക. റെസ്പോൺസീവ്നെസ് എന്നാൽ കുട്ടികളുടെ അടുത്തുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യല്, അവർക്ക് സപ്പോർട്ടീവ് ആകുന്നതും എല്ലാമാണ്. ഡിമാൻഡിങ്നെസ് എന്നത് കുട്ടിയുടെ ഒരു ബിഹേവിയറിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണ്. അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ ആസ് എ പാരന്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കോൺസിക്വൻസസ്, പിന്നെ അതിലൂടെയുള്ള നമ്മുടെ ബിഹേവിയർ, ഇതെല്ലാമാണ്. ഈ റെസ്പോൺസീവ്നെസ്സും ഡിമാൻഡിങ്നെസ്സും രണ്ടും കൂടി ചേരുന്നതാണ് പാരന്റിംഗ്. ഇതിന്റെ ബാലൻസ് മാറുന്നതിനനുസരിച്ചായിരിക്കും പലതരം പാരന്റിംഗ് സ്റ്റൈൽസ് ഉണ്ടാവുക. അതോറിറ്റേറ്റീവ് പാരന്റിംഗ്, അതോറിറ്റേറിയൻ പാരന്റിംഗ്, പെർമിസീവ് പാരന്റിംഗ്, അൺഇൻവോൾവ് പാരന്റിംഗ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 പാരന്റിംഗ് സ്റ്റൈൽസ്. ഇതിന് പുറമെ പല പേരുകളിലായിട്ട് ഒരുപാട് പാരന്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ലൈക്ക് ടൈഗർ പാരന്റ്, ഡോൾഫിൻ പാരന്റ്, ലൈറ്റ് ഹൗസ് പാരന്റ്, എക്സെട്ര എക്സെട്ര. ബട്ട് ഇതിൽ മിക്കതും നമ്മൾ നേരത്തെ പറഞ്ഞ 4 മെയിൻ പാരന്റിംഗ് സ്റ്റൈൽസിൽ ഏതെങ്കിലും ഒന്നിനോട് സാമ്യം ഉണ്ടാവും. ബട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ 2 പാരന്റിംഗ് സ്റ്റൈൽസ് കൂടിയുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് പാരന്റ്സ് ചിലരൊക്കെ അത്ര കാര്യമാക്കാതെ ഫോളോ ചെയ്യാറുണ്ട്. ഹെലികോപ്റ്റർ പാരന്റിംഗ് ആൻഡ് ലോൺ മോവർ പാരന്റിംഗ്. സോ ഈ 2 പാരന്റിംഗ് സ്റ്റൈൽസും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് പാരന്റ്സ് ഫോളോ ചെയ്യാറുള്ള 6 പാരന്റിംഗ് സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒപ്പം പ്രോസ് ആൻഡ് കോൺസ് കൂടി കാണാം. നമ്പർ 1, അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. ഈ ഒരു പാരന്റിംഗ് സ്റ്റൈലിൽ റെസ്പോൺസീവ്നെസ്സും ഡിമാൻഡിങ്നെസ്സും തമ്മിൽ അത്യാവശ്യം നല്ല ഒരു ബാലൻസ് കാണാൻ സാധിക്കും. പാരന്റ്സ് കുട്ടികളുടെ അടുത്ത് നല്ല റെസ്പോൺസീവ് ആയിരിക്കും വിത്ത് ക്ലിയർ റൂൾസ് ആൻഡ് ബൗണ്ടറീസ്. ഇവിടെ പാരന്റ്സ് കുട്ടികളുടെ ഇൻഡിപെൻഡൻസിന് നല്ല വില കൊടുക്കും. ഒപ്പം കുട്ടികളുടെ ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് കുട്ടികൾക്ക് അറിയാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുന്നു. ഓൾസോ ഈ ഒരു രീതിയിൽ പാരന്റിംഗ് ചെയ്യുന്ന അതോറിറ്റേറ്റീവ് പാരന്റ്സ് എപ്പോഴും കുട്ടികളുടെ കൂടെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും. നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം ഈ ഒരു കാര്യം ചെയ്താൽ ഇതൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസസ്, എന്തുകൊണ്ടാണ് നിനക്ക് ഇത് ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെയുള്ള ഒരു ഹെൽത്തി ഡിസ്കഷൻ ചെയ്യുന്നു. അതോറിറ്റേറ്റീവ് പാരന്റിംഗിലും റൂൾസും ബൗണ്ടറീസും ഒക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ പാരന്റ്സ് പറയുന്ന അതേപടി ഫോളോ ചെയ്യാനുള്ളതാണ് എന്ന് കുട്ടികളുടെ മനസ്സിലോട്ട് കയറ്റുന്നതിന് പകരം ഈ റൂൾസ് ഫോളോ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളിൽ അവെയർ ആക്കുന്നതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പിന്നെ ഈ റൂൾസിലൊക്കെ പാരന്റ്സ് കടുംപിടുത്തം പിടിക്കാറില്ല. അവർ ആവശ്യമുള്ളപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. ബട്ട് എന്തുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആയത്, ആ കാരണം കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പാരന്റ് വീട്ടില് കുട്ടികളുടെ ബെഡ് ടൈം എല്ലാ ദിവസവും 9 മണിക്ക് എന്ന റൂള് വയ്ക്കുന്നു. കുട്ടികളും അതൊക്കെ ഫോളോ ചെയ്ത് വരുന്നു. പക്ഷെ ഫ്രൈഡേ ആയപ്പോൾ കുട്ടികൾക്ക് 9 മണിക്ക് ഉറങ്ങാൻ പോകാൻ വയ്യ, കുറച്ചുകൂടി നേരം കളിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതോറിറ്റേറ്റീവ് പാരന്റ് ഈ ഒരു സിറ്റുവേഷനിൽ പറ്റില്ല, ഇത് ഞാൻ സെറ്റ് ചെയ്ത റൂളാണ്, എല്ലാ ദിവസവും ഫോളോ ചെയ്യണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയില്ല. ഓൾസോ സാരമില്ല പോയി കളിച്ചോ എന്ന് കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ പറയുകയില്ല. അതിന് പകരം കുട്ടികളുടെ അടുത്ത് എന്തുകൊണ്ടാണ് നിനക്ക് കുറച്ച് നേരം കൂടി കളിക്കാൻ തോന്നുന്നത് എന്ന് ചോദിക്കുന്നു. നാളെ സ്കൂളില്ലല്ലോ എന്ന് കുട്ടി പറയുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പാരന്റ് കുട്ടിക്ക് ചെറിയൊരു കൺട്രോൾ കൊടുത്തിട്ട്, ഓക്കെ എന്റെ കുട്ടിക്ക് നമ്മൾ സ്കൂളിൽ പോകാനായി നേരത്തെ എണ്ണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ 9 മണിക്ക് എല്ലാ ദിവസവും കിടക്കുന്നത് എന്നറിയാമല്ലോ, ശരിയാണ് നാളെ സ്കൂളില്ല, അപ്പൊ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നറിയാല്ലേ, ഓക്കെ എന്നാൽ കുറച്ചുകൂടി നേരം കളിച്ചോളൂ. ബട്ട് സ്ലീപ്പ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ലേറ്റ് ആവാനും പാടില്ല. ഒരു 9:30 കിടക്കണോ 10 മണിക്ക് കിടക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ കുട്ടി പറയും 10 മണിക്കെന്ന്. ഓക്കെ ശരി എന്നാ പോയി കളിച്ചോ എന്ന് പാരന്റും പറയുന്നു. ഇതുപോലെയാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിന്റെ രീതി. അതായത് ക്ലിയർ റൂൾസ് ഉണ്ടാവും, അത് എന്തിനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇൻ കേസ് എപ്പോഴെങ്കിലും ഇത്തിരി ഫ്ലെക്സിബിലിറ്റി കാണിക്കണമെങ്കിൽ അവർ അത് ചെയ്യും. ഒപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള പവർ ചെറിയ രീതിയിൽ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇനി അതോറിറ്റേറ്റീവ് പാരന്റിംഗ്
പാരന്റിങ്ങിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. പ്രോസ് ഓഫ് അതോറിറ്റേറ്റീവ് പാരന്റിങ്. ഈ ഒരു രീതിയിൽ പാരന്റിങ് ചെയ്യുന്ന പാരന്റ്സിന്റെ കുട്ടികൾക്ക് പൊതുവെ നല്ല സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. അവർ നല്ല ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടാണ് വളരുന്നത്. കുട്ടികളുടെ ഇമോഷൻസ് പാരന്റ്സ് മനസ്സിലാക്കുന്നു, അത് വാല്യൂ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്കും മറ്റുള്ളവരുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനുള്ള ഇമോഷണൽ ഇന്റലിജൻസ് കൂടുന്നു. അവരുടെ ആവശ്യങ്ങളെ പാരന്റ്സ് കേൾക്കാൻ തയ്യാറാകുന്നു എന്ന് വരുമ്പോൾ തങ്ങളുടെ ഫീലിംഗ്സ് പേടിച്ച് ഹൈഡ് ചെയ്യാൻ നോക്കുന്നില്ല. കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുട്ടികൾ തയ്യാറാവുന്നു. ഓൾസോ റൂൾസിൽ ചെറിയൊരു പവർ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഡെസിഷൻസ് പലതും എടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുന്നു വിത്ത് പാരന്റ് സപ്പോർട്ട്. സോ ഫ്യൂച്ചറിൽ അവരുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും ഡെസിഷൻ മേക്കിംഗ് സ്കിൽസും ഒക്കെ നല്ലതായിരിക്കും. കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞാൽ അതോറിറ്റേറ്റീവ് പാരന്റ്സിന്റെ കുട്ടികൾക്ക് റൂൾസും ബൗണ്ടറീസും ഉള്ള കാര്യം അറിയാം. അവർ മറ്റുള്ളവരുടെ അടുത്ത് എംപത്തിയോടുകൂടി പെരുമാറും, റെസ്പോൺസിബിൾ ആയിരിക്കും, പിന്നെ നല്ല കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികളായിരിക്കും. ഒപ്പം നല്ല ഡെസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും ഉണ്ടാവും. എല്ലാത്തിനും ഉപരി നല്ല സ്ട്രോങ് പാരന്റ് ചൈൽഡ് ബോണ്ട് ഉണ്ടാവും. ഇനി അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിന്റെ കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിൽ കുട്ടികളുടെ ലൈഫിനെ അഫക്ട് ചെയ്യുന്ന പോലെ ഒന്നുമില്ല. പക്ഷേ പാരന്റ്സിനുള്ള ഒരു കോൺ എന്താണെന്നാൽ ഈ ഒരു രീതിയിൽ പാരന്റിങ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സമയവും എനർജിയും പേഷ്യൻസും വേണം. ഓൾസോ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു പാരന്റിങ് മെത്തേഡിൽ കൺസിസ്റ്റന്റ് ആവണം. അല്ലെങ്കിൽ കുട്ടികൾ അതിന്റെ ലൂപ്പ് ഹോൾസ് ഒക്കെ കണ്ടുപിടിക്കും. സോ പാരന്റ്സ് ബിസി ആവുമ്പോഴും പിന്നെ മൈൻഡ്ഫുൾ അല്ലാതാവുമ്പോഴും ഈ ഒരു പാരന്റിങ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് കൺസിസ്റ്റന്റ് അല്ലാതാവുന്നു. നമ്പർ 2, അതോറിറ്റേറിയൻ പാരന്റിങ്. അതോറിറ്റേറിയൻ പാരന്റ്സിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അവർക്ക് റെസ്പോൺസീവ്നെസ്സിനേക്കാളും കൂടുതൽ ഡിമാൻഡിങ്നെസ്സിനോടായിരിക്കും ചായ്വ്. ഇങ്ങനെയുള്ള പാരന്റ്സിന് അവരുടെ കുട്ടികളെ കുറിച്ച് ഹൈ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. എപ്പോഴും നല്ലത് മാത്രം ചെയ്യണം, നല്ല ബിഹേവിയർ മാത്രമേ കുട്ടികൾ കാഴ്ചവെക്കാവുള്ളൂ, അക്കാഡമിക്സിൽ നല്ലപോലെ പെർഫോം ചെയ്യണം, എന്ത് ചെയ്താലും അവർ ഫസ്റ്റ് ആയിരിക്കണം എന്നുമെല്ലാമാണ് ഇങ്ങനെയുള്ള പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവർക്ക് കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവുന്നതിനേക്കാളും നല്ല അച്ചടക്കമുള്ള കുട്ടികളാകണം എന്നുള്ള കാര്യത്തിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ. അതോറിറ്റേറിയൻ പാരന്റ്സ് ഫുൾ ടൈം അവർ ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് കുട്ടികൾ എന്തൊക്കെയാണെങ്കിലും അതേപടി കേൾക്കണം, ഞാൻ പാരന്റ് ആണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന രീതിയിലാണ് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വൺ വേ ആയിരിക്കും, അതായത് പാരന്റ് ടു ചൈൽഡ് മാത്രം. റൂൾസിൽ പാരന്റ്സ് സ്ട്രിക്റ്റ് ആവുന്നതിനോടൊപ്പം കുട്ടികൾ എങ്ങാനും റൂൾ ബ്രേക്ക് ചെയ്താൽ പണിഷ്മെന്റ്സ് കൊടുത്താലേ ഫ്യൂച്ചറിൽ അത് ചെയ്യാതിരിക്കുള്ളൂ എന്ന മൈൻഡ് സെറ്റിലാണ് അതോറിറ്റേറിയൻ പാരന്റ്സ് ഉണ്ടാവുക. സോ അതോറിറ്റേറിയൻ പാരന്റ്സിന്റെ വീടുകളിൽ പണിഷ്മെന്റ്സ് കോമൺ ആണ്. ഇനി നമുക്ക് അതോറിറ്റേറിയൻ പാരന്റിങ്ങിന്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് കാണാം. അതോറിറ്റേറിയൻ പാരന്റ്സിന്റെ കുട്ടികൾ മിക്കവാറും നല്ല ഡിസിപ്ലിൻഡും ഫോക്കസ്ഡും ആയിരിക്കും. അവരുടെ ലൈഫ് ഒരു സ്ട്രക്ചർഡ് ആയിട്ടായിരിക്കും പോവുക. നല്ല അച്ചടക്കം, മറ്റുള്ളവരോട് റെസ്പെക്ട്, അതുപോലെ അക്കാഡമിക്സിൽ നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി സ്ട്രിക്റ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, കുട്ടികൾ നല്ല രീതിക്കല്ലേ വളരുന്നത് എന്ന് തോന്നാം. ഇങ്ങനെ കുറച്ച് പ്രോസ് ഉണ്ടെങ്കിലും അതോറിറ്റേറിയൻ പാരന്റിംഗ് സ്റ്റൈൽ കുട്ടികളെ അഫക്ട് ചെയ്യാറുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ കോൺസ് ഓഫ് അതോറിറ്റേറിയൻ പാരന്റിംഗ്. ഈവൻ ദോ കുട്ടികൾ നല്ല അച്ചടക്കമുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് സെൽഫ് എസ്റ്റീം നല്ല കുറവായിരിക്കും. അതുപോലെ ഡെസിഷൻ മേക്കിംഗ് സ്കിൽസും ലാക്ക് ചെയ്യും. എല്ലാ പാരന്റ്സ് പറയുന്നത് കേട്ട് അതേപടി ഫോളോ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാൻ എപ്പോഴും പേടിയും ഡൗട്ടും ആയിരിക്കും. ഓർ അവർ ഇങ്ങനെ സ്വയം ഡെസിഷൻസ് എടുത്ത് ശീലമാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ എടുക്കുന്ന ഡെസിഷൻസ് തെറ്റാകാനും നല്ല ചാൻസ് കൂടുതലാണ്. കുട്ടികൾക്ക് പറയാനുള്ളത് പാരന്റ്സ് കേൾക്കുന്നില്ല, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പാരന്റ്സ് തയ്യാറാവുന്നില്ല, എപ്പോഴും സ്ട്രിക്റ്റ് റൂൾസും പണിഷ്മെന്റ്സും മാത്രമാവുമ്പോൾ അവർക്ക് പാരന്റ്സിൽ നിന്നും സ്നേഹം കിട്ടാത്ത പോലെ തോന്നും. പാരന്റ്സ് പറയുന്ന മാത്രം കേട്ടിട്ട് അത് എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണമെന്ന് തോന്നിയാലും എന്റെ പാരന്റ്സ് അതിന് പെർമിഷൻ തരില്ല എന്ന് പറഞ്ഞ് അതൊക്കെ സപ്രസ് ചെയ്യുന്നു. എപ്പോഴും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻഡിപെൻഡന്റ് ആകാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികൾ ചിലപ്പോൾ എന്റെ പാരന്റ്സ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടാൽ എനിക്ക് നല്ല വഴക്ക് കിട്ടും എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ നോക്കും. അത് ചിലപ്പോൾ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിന് വരെ കാരണമാകും. സോ ഇങ്ങനെ സ്ട്രിക്റ്റ് റൂൾസിലൂടെ അതോറിറ്റേറിയൻ പാരന്റിങ് ചെയ്യുമ്പോൾ കുട്ടികൾ നല്ല മാർക്ക്, ഫസ്റ്റ് പ്ലേസ് ഒക്കെ കിട്ടും. പക്ഷെ മറ്റുള്ളവർ ആ വീട്ടിലെ കുട്ടി നല്ല കുട്ടിയാണ്, നല്ലപോലെ പഠിക്കും, എല്ലാവരോടും നല്ലപോലെ പെരുമാറും എന്നൊക്കെ നല്ല ഫീഡ്ബാക്സ് തന്നാലും ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇമോഷണൽ ഗ്രോത്ത് അത്ര നല്ലതായിരിക്കില്ല. അത് അവരുടെ ഫ്യൂച്ചറിനെ നല്ലപോലെ അഫക്ട് ചെയ്യും. നമ്പർ 3, പെർമിസീവ് പാരന്റിങ്. ഇത് അതോറിറ്റേറിയൻ പാരന്റിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഡിമാൻഡിങ്നെസ് തീരെയില്ല, ഫുള്ള് റെസ്പോൺസീവ്നെസ് മാത്രമായിരിക്കും. ഒന്നുകിൽ റൂൾസ് ഉണ്ടായില്ല, ഇല്ലെങ്കിൽ റൂൾസ് ഉണ്ടെങ്കിലും അത് ഫോളോ ചെയ്യുന്നതിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പെർമിസീവ് പാരന്റ്സ് കുട്ടികൾ അപ്സെറ്റ് ആവാൻ പാടില്ല, ഡിസപ്പോയിന്റഡ് ആവാൻ പാടില്ല എന്ന് വെച്ചിട്ട് കുട്ടികൾ എന്ത് ചോദിച്ചാലും അത് അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള പാരന്റ്സ് ഉള്ള വീട്ടിൽ നോക്കിയാൽ പാരന്റ്സ് കുട്ടികളുടെ ഫ്രണ്ട്സിനെ പോലെയാണ് എന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഇവിടെ പാരന്റ്സിനെക്കാളും കൺട്രോള് കുട്ടികൾക്കാണ്.
ഐസ്ക്രീം വേണം, ചോക്ലേറ്റ് വേണം, മൊബൈൽ ഫോൺ വേണം, പുതിയ ഡ്രസ്സ് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ എന്ത് തന്നെ ചോദിച്ചാലും പാരന്റ്സ് അപ്പൊ തന്നെ നടത്തി കൊടുക്കുന്നു. പെർമിസീവ് പാരന്റ്സ് കൂടുതലും അവര് കുട്ടിയായിരുന്നപ്പോൾ അതോറിറ്റേറിയൻ പാരന്റിന്റെ കൂടെ വളർന്നവർ ആയിരിക്കും. എന്റെ പാരന്റ് എന്നെ ഒന്നും ചെയ്യാൻ വിട്ടിട്ടില്ല, ഞാൻ കുറെ കഷ്ടപ്പെട്ടു, എന്റെ കുട്ടികൾ അങ്ങനെ ആകാൻ പാടില്ല, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഒരു റൂളും സ്ട്രക്ചറും ഇല്ലാതെ വിടുന്നു. കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് റെസ്പോൺസീവ് ആവുന്നത് നല്ലതാണെങ്കിലും റൂൾസും സ്ട്രക്ചറും ലിമിറ്റും ഇല്ലാതെ ആകുന്നത് ലോങ് ടേമിൽ കുറെ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കും. Now let's see what are the pros of permissive parenting. Permissive parents പൊതുവെ ലെസ് സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം എന്ത് ചോദിച്ചാലും കുട്ടികൾക്ക് അത് കിട്ടുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ അത്ര ടാൻട്രംസ് കാണിക്കില്ല. സോ ടാൻട്രംസ് ഡീൽ ചെയ്യണം, റൂൾസ് എൻഫോഴ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് പാരന്റ്സിന് ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ല. കുട്ടികളുടെ സൈഡിൽ നോക്കിയാൽ അവർ ഹാപ്പി ആയിട്ടായിരിക്കും നടക്കുക, അറ്റ്ലീസ്റ്റ് ഫോർ ഷോർട്ട് ടേം ആണെങ്കിലും. ഇനി നമുക്ക് പെർമിസീവ് പാരന്റിങ്ങിന്റെ കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പെർമിസീവ് പാരന്റ്സിന്റെ കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ നല്ല കുറവായിരിക്കും. അതുപോലെ അവർ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. എംപതി തീരെ ഡെവലപ്പ് ചെയ്യില്ല, കാരണം എപ്പോഴും അവർക്ക് അവരെ കുറിച്ച് മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ. അതുപോലെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ പാരന്റ്സ് എപ്പോഴും നടത്തി കൊടുക്കുമ്പോൾ പാരന്റ്സിനെ വിട്ട് ഔട്ട്സൈഡ് വന്ന് സ്കൂള്, ഫ്രണ്ട്സ്, കോളേജ്, വർക്ക് എന്നൊക്കെ ആവുമ്പോൾ അവരിൽ നിന്നും അതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപടി നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഫ്രണ്ട്സിനോടും കൊളീഗ്സിനോടും റെബല്യസ് ആവുന്നു, ആൻസൈറ്റി കൂടുന്നു, അവർക്ക് ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ബാഡ് ഹാബിറ്റ്സിലോട്ട് പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്പർ 4, അൺഇൻവോൾവ് പാരന്റിങ്. ഈ പാരന്റിങ് സ്റ്റൈലില് റെസ്പോൺസീവ്നെസ്സും ഡിമാൻഡിങ്നെസ്സും നല്ല കുറവായിരിക്കും. അൺഇൻവോൾവ് പാരന്റ്സ് കുട്ടികളുമായിട്ട് അത്ര ഇന്ററാക്ട് ചെയ്യാറില്ല. പാരന്റ്സ് ഒരു ലോകത്തും കുട്ടികൾ മറ്റൊരു ലോകത്തായിരിക്കും ഉണ്ടാവുക. കുട്ടികൾക്ക് റൂൾസ് ഇല്ല, സ്ട്രക്ചർ ഇല്ല, ഒപ്പം പാരന്റ്സിന്റെ സ്നേഹവും ഉണ്ടാവാറില്ല. കുട്ടികൾക്ക് അവരുടെ കുറെ കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യേണ്ടി വരുന്നു. അവർ എപ്പോഴും ഒറ്റപ്പെടുന്നു. ലെറ്റ്സ് സീ ദ പ്രോസ് ഓഫ് അൺഇൻവോൾവ് പാരന്റിങ്. ഇത് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ്. സോ എടുത്തു പറയാനായിട്ട് പ്രോസ് ഒന്നും തന്നെ ഇല്ല. ആകെ അതും ചില കുട്ടികൾ മാത്രം നല്ലപോലെ ഇൻഡിപെൻഡന്റ് ആവാറുണ്ട്. എല്ലാം സ്വയം ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് ചില കുട്ടികൾ, അതും വളരെ കുറച്ചു പേര് മാത്രം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻഡിപെൻഡന്റും ബോൾഡുമായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. ഇനി നമുക്ക് അൺഇൻവോൾവ് പാരന്റിങ്ങിന്റെ കോൺസ് എന്തൊക്കെയാണെന്ന് കാണാം. ഒന്നിനും പാരന്റ്സ് കൂടെ ഇല്ല, അവരുടെ സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെ വരുമ്പോൾ കുട്ടികൾ ഡിപ്രസ്ഡ് ആവുന്നു. അവർക്ക് റിലേഷൻഷിപ്സിനോടൊന്നും ട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഭാവിയിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. തന്നെ ആർക്കും വേണ്ട എന്നൊരു തോട്ടായിരിക്കും എപ്പോഴും അവരുടെ ഉള്ളിൽ. സോ മറ്റുള്ളവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റാതെ അവരിൽ നിന്നും സ്വയം മാറി ഒറ്റപ്പെടുന്നു. ഈ 4 പാരന്റിങ് സ്റ്റൈലാണ് കോമൺ ആയിട്ട് മിക്ക ബുക്സിലും കാണാൻ സാധിക്കുന്നതും ഒരുപാട് പേര് റെഫർ ചെയ്യാറുള്ളതും. ഇനിയും 2 വ്യത്യസ്തമായിട്ടുള്ള പാരന്റിങ് സ്റ്റൈൽ കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ 4 പാരന്റിങ് സ്റ്റൈലും ജസ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ റെസ്പോൺസീവ്നെസ് ആൻഡ് ഡിമാൻഡിങ്നെസ്. നമ്പർ 1, അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിൽ റെസ്പോൺസീവ്നെസ്സും ഡിമാൻഡിങ്നെസ്സും തമ്മിൽ നല്ല ബാലൻസ് ഉണ്ടാകും. നമ്പർ 2, അതോറിറ്റേറിയൻ പാരന്റിങ്ങിൽ റെസ്പോൺസീവ്നെസ് കുറവായിരിക്കും, ഡിമാൻഡിങ്നെസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമ്പർ 3, പെർമിസീവ് പാരന്റിങ്ങിൽ റെസ്പോൺസീവ്നെസ് കൂടുതലും ഡിമാൻഡിങ്നെസ് കുറവുമായിരിക്കും. നമ്പർ 4, അൺഇൻവോൾവ് പാരന്റിങ്ങിൽ റെസ്പോൺസീവ്നെസ്സും ഡിമാൻഡിങ്നെസ്സും നല്ല കുറവായിരിക്കും. ഇനി അടുത്ത 2 വ്യത്യസ്തമായ പാരന്റിംഗ് രീതികൾ ഷോർട്ട് ആയിട്ട് പറയാം. നമ്പർ 5, ഹെലികോപ്റ്റർ പാരന്റിംഗ്. പാരന്റ്സ് കുട്ടികളുടെ ലൈഫിൽ ഓവറായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ് ഹെലികോപ്റ്റർ പാരന്റിംഗ്. കുട്ടികളുടെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ഒരു ഹെലികോപ്റ്ററിനെ പോലെ തലയ്ക്ക് മീതെ പറന്ന് മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ചാടി വീണ് കുട്ടികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സഹായവും ചെയ്യുന്നു. കുട്ടികൾ എപ്പോൾ നോക്കിയാലും പാരന്റ്സിന്റെ സൂപ്പർവിഷനിലായിരിക്കും ഉണ്ടാവുക. അവരുടെ സ്കൂൾ വർക്ക്, ഹോം വർക്ക്, അസൈൻമെന്റ്സ് ഇതിലൊക്കെ കുട്ടി ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ പാരന്റ്സ് തന്നെ കുട്ടികൾക്ക് വേണ്ടി അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു. കുട്ടികളുടെ സേഫ്റ്റി, ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പാരന്റ്സ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആർഗ്യൂ ചെയ്താലും പ്രോസിന്റെ ഒപ്പം കുറെ കോൺസും ഉണ്ട്. ലെറ്റ്സ് സീ ദ പ്രോസ് ഓഫ് ഹെലികോപ്റ്റർ പാരന്റിംഗ്. കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് കുട്ടികൾ എപ്പോഴും ഒരു സേഫ്റ്റി നെറ്റിന്റെ ഉള്ളിലായിരിക്കും. അവർ വഴി തെറ്റി പോകാനുള്ള ചാൻസ് കുറവാണ്. പാരന്റ്സിന്റെ എക്സ്ട്രാ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർ അക്കാഡമിക്കലിയും നല്ലപോലെ പെർഫോം ചെയ്യും. ഇനി ഹെലികോപ്റ്റർ പാരന്റിങ്ങിന്റെ കോൺസ് എന്തെല്ലാം എന്ന് കാണാം. കുട്ടികൾ സെക്യൂർ ആയി ഫീൽ ചെയ്താലും അവർക്ക് അവരുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു അഡൾട്ട് ആകുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചലഞ്ചസ് ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഡെസിഷൻസ് സ്വന്തമായി എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇതിനൊക്കെ പുറമെ കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ പാരന്റ്സിൽ ബേൺ ഔട്ട് ഉണ്ടാക്കുന്നു. അത് കുട്ടികളുമായിട്ടുള്ള ഹെൽത്തി ഇന്ററാക്ഷനെ അഫക്ട് ചെയ്യുന്നു. നമ്പർ 6, ലോൺ മോവർ പാരന്റിംഗ്. പാരന്റ്സ് അവരുടെ കുട്ടികളുടെ സക്സസിന് തടസ്സം നിൽക്കുന്ന ഒബ്സ്റ്റക്കിൾസിനെ ആക്റ്റീവായി റിമൂവ് ചെയ്യുന്നതാണ് ലോൺ മോവർ പാരന്റിംഗ്. പേര് പോലെ തന്നെ ലോൺ മോവർ ലോണിലെ പുല്ലൊക്കെ വെട്ടി ക്ലിയർ ആക്കുന്ന പോലെ കുട്ടികളുടെ പാത യാതൊരു
യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ ക്ലിയർ ആക്കി വെക്കുന്നതാണ് ലോൺ മോവർ പാരന്റിങ്. എന്റെ കുട്ടി കഷ്ടപ്പെടാൻ പാടില്ല, നല്ല സക്സസ് ഉണ്ടാവണം, കാര്യങ്ങൾ ഈസി ആക്കണം എന്ന് വിചാരിച്ച് പാരന്റ്സ് ചെയ്യുന്ന ഈ ഒരു പാരന്റിങ് സ്റ്റൈലും കുട്ടികളെ ലോങ് റണ്ണിൽ അഫക്ട് ചെയ്യുന്നു. വീട്ടിലെ ജോലികളൊന്നും ചെയ്യിപ്പിക്കാതെ ഫുൾ എന്റെ കുട്ടി ഇരുന്ന് പഠിച്ചോളൂ എന്ന് പറയുന്നതും അവർക്ക് വേണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്തു കൊടുക്കുന്നതും യാതൊരു കഷ്ടപ്പാടുകളും കുട്ടികൾ അറിയാതെ വളർത്തുന്നതും എല്ലാം ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. Now let's see the pros of lawn mower parenting. ഷോർട്ടായി നോക്കുമ്പോൾ കുട്ടികളിലെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറയ്ക്കുന്നു. സക്സസിനുള്ള പാത കുട്ടികൾക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും. ഇനി ലോൺ മോവർ പാരന്റിങ്ങിന്റെ കോൺസ് എന്തൊക്കെയാണെന്ന് കാണാം. കുട്ടികളിൽ റെസിലിയൻസ് കുറയ്ക്കുന്നു. ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അത് ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്തു വരാനുള്ള കഴിവ് കുട്ടികളിൽ ഇല്ലാതാവുന്നു. ഇത് അവർ അഡൾട്ട് ആവുമ്പോഴും ഫേസ് ചെയ്യുന്നു. അവർക്ക് സക്സസ് എപ്പോഴും ഈസി ആയി കിട്ടിയിട്ട് പിന്നീട് ഇൻ കേസ് വിചാരിച്ച പോലെ കിട്ടാതാവുമ്പോഴും അത് താങ്ങാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവില്ല. പുതിയ കാര്യങ്ങൾ അവർ ട്രൈ ചെയ്യില്ല. ചെറിയ ഒബ്സ്റ്റക്കിൾസ് കണ്ടതും അങ്ങനെ അവിടെ നിന്ന് യൂ ടേൺ അടിച്ച് പഴയ കംഫർട്ട് സോണിൽ വന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 6 പാരന്റിങ് സ്റ്റൈൽസ്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ് നല്ലത്. ചില പാരന്റ്സ് സംടൈംസ് 1 or 2 പാരന്റിങ് സ്റ്റൈൽ മിക്സ് ചെയ്തും ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് പാരന്റിങ് സ്റ്റൈലാണ് കൂടുതൽ ഫോളോ ചെയ്യാറുള്ളത്, ഓർ നിങ്ങളുടെ ഇതിൽ ഏതാണ് ഫോളോ ചെയ്തിരുന്നത് എന്നുമെല്ലാം ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.